നമ്മൾ ജീവിക്കുന്ന എന്തോ നാഴികയാണ്? അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഇത് അന്ത്യ നാഴികയാണ്. പറഞ്ഞാട്ട്, ഇത് അന്ത്യ നാഴികയാണ്. അന്ത്യ നാഴിക ആയതുകൊണ്ട് സ്തോത്രം, ഏത് നേരവും സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് സകല നിലവാരങ്ങളിലും, വൺ വേൾഡ് ഗവൺമെൻറ് ആകട്ടെ, വൺ വേൾഡ് റിലിജൻ ആകട്ടെ, ഒരൊറ്റ ഗവൺമെൻറ്, ഒരൊറ്റ കറൻസി, ഒരൊറ്റ മതം എന്ന് പറഞ്ഞ് സാത്താൻ ആ ദിശയിൽ ലോകത്തെ ഇതാ ഒരുക്കി. അന്ത്യക്രിസ്തുവിൻ്റെ സിംഹാസനത്തെ ഇതാ ഒരുക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ഈ ആഴ്ചയിൽ അന്ത്യക്രിസ്തുവിൻ്റെ സ്വാധീനം വർദ്ധിച്ചിരിക്കുന്നു. ഇന്നലത്തേക്കാൾ ഇന്ന് അന്ത്യക്രിസ്തുവിൻ്റെ സ്വാധീനം ലോകത്തിൽ കുറച്ചുകൂടെ വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ മറുവശത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു വശത്ത് സ്വാധീനം, അന്ത്യക്രിസ്തുവിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ, മറുവശത്ത് സത്യക്രിസ്തുവാകുന്ന കർത്താവായ യേശുവിൻ്റെ വരവും അതിലധികമായി നമ്മോട് അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. രാജ്യമൊരുക്കി തൻ്റെ പ്രിയയെ ചേർപ്പാൻ വരുന്ന പ്രിയൻ്റെ നാദം അങ്ങ് ദൂരെ കേൾക്കുന്നു എന്നൊരു പാട്ട് മലയാളത്തിലുണ്ട്. അങ്ങ് ദൂരെ കേൾക്കുന്ന കർത്താവിൻ്റെ ആ നാദം, സ്തോത്രം, 100 വർഷങ്ങൾക്ക് മുമ്പാണ് ആ പാട്ട് എഴുതിയത്. അങ്ങ് ദൂരെ കേൾക്കുന്നത്, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അങ്ങ് ദൂരെയല്ല കേൾക്കുന്നത്, അങ്ങ് ചാരെ കേൾക്കുകയാണ്, തൊട്ടടുത്ത് കേൾക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കാര്യം ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലമായതുകൊണ്ട് അന്ത്യക്രിസ്തുവിനെ സംബന്ധിച്ച് 3 പദങ്ങളാണ്. 1 യോഹന്നാൻ 2:18 അതുപോലെ സ്തോത്രം 4 സ്തോത്രം 4 ഒരു പ്രത്യേക വാക്യത്തിലും 4:1 നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നോക്കിയേ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക ആകുന്നു. ഒന്നാമത് അന്ത്യനാഴികുന്നു. നമ്പർ 1, ദ ആൻറ്റി ക്രൈസ്റ്റ്. എഴുതിയെടുക്കണം. ഒന്നാമതുള്ളത് എതിർ ക്രിസ്തു, സാക്ഷാൽ എതിർ ക്രിസ്തു. രണ്ടാമത് അതേ വാക്യത്തിൽ വേറൊരു കാര്യം കൂടി എഴുതിയിരിക്കുന്നു, എതിർ ക്രിസ്തുക്കൾ, ആൻറ്റി ക്രൈസ്റ്റ്. എന്താണ് ദ ആൻറ്റി ക്രൈസ്റ്റും ആൻറ്റി ക്രൈസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? എതിർ ക്രിസ്തുവും എതിർ ക്രിസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കേട്ടിട്ടില്ലേ? പേപ്പറിലൊക്കെ വായിക്കുന്നേ. ഓസ്ട്രേലിയയിൽ ഞാനാണ് യേശു എന്ന് പറയുന്നവൻ, വടക്കേ ഇന്ത്യയിൽ ഞാനാണ് യേശു എന്ന് പറയുന്നവൻ. നമ്മുടെ ഇടയിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ഞാനാണ് യേശു എന്ന് പറയുന്നവൻ. അമേരിക്കയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന യേശുക്കളുണ്ടായിരിക്കുക. ആഫ്രിക്കയിൽ പണ്ടൊരാളുണ്ടായിരുന്നു, 100 കണക്കിന് ആൾക്കാരുമായി പുള്ളി ആത്മഹത്യ ചെയ്തു. ഞാനാണ് മെസ്സിഹ എന്ന് അവകാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനാണ് അന്ത്യക്രിസ്തുകൾ. പക്ഷേ ഇതെല്ലാം വ്യാപരിക്കുന്നത് അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ അന്ത്യക്രിസ്തു നമ്പർ 1 അന്ത്യക്രിസ്തു. 2 എതിർ ക്രിസ്തുക്കൾ. എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുക്കൾ. അന്ത്യക്രിസ്തു എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ സോറി. എതിർ ക്രിസ്തുക്കൾ, സ്തോത്രം, എതിർ ക്രിസ്തു. വീണ്ടും നോക്കിയാട്ടെ, 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളത് തന്നെയോ എന്ന് ശോധന ചെയ്യുവാൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഓരോരുത്തരുടെ പ്രസംഗം ദൈവാത്മാവിലാണോ? ഓരോരുത്തരുടെ പഠിപ്പിക്കൽ ദൈവാത്മാവിലാണോ? ഓരോരുത്തരെ എങ്ങോട്ടാണ് ദൈവസഭയെ കൊണ്ടുപോകുന്നത് എന്ന് ശോധന ചെയ്യേണ്ട ഒരു സമയമാണ് ഇത്. 2, ദൈവാത്മാവിനെ ഉള്ളതിനാൽ അറിയാം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. 3-ാം വാക്യം, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 3-ാമത് എനിക്ക് പറയാനുള്ളത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ ദ ആൻറ്റി ക്രൈസ്റ്റ്, പിന്നെ ആൻറ്റി ക്രൈസ്റ്റ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ്. സ്തോത്രം. എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുക്കൾ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുക്കൾ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുക്കൾ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. സ്തോത്രം. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം എതിർ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സോ നോക്കണമേ, എന്താണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്? എന്താണ് എതിർ ക്രിസ്തുവിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഞാൻ ആ പ്രാരംഭത്തിലൊന്ന് തൊട്ടു. പക്ഷെ ഒരിക്കൽ കൂടെ എതിർ ക്രിസ്തു എന്നതിൻ്റെ സ്തോത്രം നിർവചനം എന്താണ്? എതിർ ക്രിസ്തു എന്ന് പറയുന്നതിൻ്റെ നിർവചനം എന്താണ്? 1 യോഹന്നാൻ 4-ാം അധ്യായം 3-ാം വാക്യം. സ്തോത്രം. അതെ, 1 യോഹന്നാൻ 4:3 പറയുന്നു, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല,
അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. സ്തോത്രം. ഒരിക്കൽ കൂടെ, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. പിന്നെ അതെന്താണ്? അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അപ്പം യേശുവിനെ സ്വീകരിക്കാത്തത്, പകരം യേശുവിനെ ഡിനേ ചെയ്യുന്ന ആത്മാവാണ് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. എഴുതിയെടുക്ക. വൺ ഹു ഡിനൈസ് ക്രൈസ്റ്റ് ഈസ് കോൾഡ് ആൻറ്റി ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവനാണ് അന്തിക്രിസ്തു, എതിർ ക്രിസ്തു. ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ആത്മാവാണ് എതിർ ക്രിസ്തു. ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ആത്മാവ് യേശു ദൈവമല്ല, യേശു ദൈവപുത്രനല്ല, യേശു ദൈവത്തിൻ്റെ വചനത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടവനല്ല, യേശു ക്രൂശിൽ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ നിഷേധിക്കുന്ന അഭിപ്രായം ആര് പറഞ്ഞാലും ഉടനെ മനസ്സിലാക്കണം, അവരാരാണ്? അവർ അന്തിക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അങ്ങനെ യേശുവിനെ അംഗീകരിക്കാത്ത ചെറിയൊരു ഗ്രൂപ്പല്ല, ഒരു ഭയങ്കര ഗ്രൂപ്പ് ഇന്ന് രാത്രി ലോകത്തിലുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. യേശു ദൈവത്തിൻ്റെ പുത്രനല്ല. യേശുവിൻ്റെ ജഡാവതാരത്തെ അവർ അംഗീകരിക്കുന്നില്ല. കാരണം വചനം ജഡമായി തീർന്ന് ജനിച്ചവനല്ല. യേശു ക്രൂശിന്മേൽ മരിച്ചിട്ടില്ല. യേശു ദൈവത്തിൻ്റെ പുത്രനല്ല എന്നിത്യാദി പ്രയോഗങ്ങൾ പറഞ്ഞ് യേശു കർത്താവിൻ്റെ ദിവ്യത്വത്തെ ആരാണോ ചോദ്യം ചെയ്യുന്നത്, യേശുവിൻ്റെ ദിവ്യത്വത്തെ ആരാണോ നിഷേധിക്കുന്നത്, അവൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്തോ ആത്മാവാണ്? എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. വൺ ഹു ഡിനൈസ് ക്രൈസ്റ്റ് ഈസ് കോൾഡ് ആൻറ്റി ക്രൈസ്റ്റ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. ഈ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സ്തോത്രം പ്രത്യേകത എന്താണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, ഈ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ വന്നാട്ടെ. ഓൾറെഡി നമ്മൾ വായിച്ചതാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴിക ആകുന്നു. നമുക്ക് അറിയാം, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരിക്കൽ കൂടെ 19-ാം വാക്യം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ യോഹന്നാൻ ഇത് എഴുതുമ്പോൾ തന്നെ ഈ ഒരു ചലനം അന്നേ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് യേശു കർത്താവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും യേശുവിൻ്റെ ക്രൂശ് മരണത്തെ നിഷേധിക്കുകയും യേശു കർത്താവിൻ്റെ ദിവ്യത്വത്തെ ചോദ്യം ചെയ്യുന്നവർ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരുപക്ഷെ 6-7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരും ആരായിരുന്നു? അവരും ക്രിസ്ത്യാനികളായിരുന്നു. അവരും ദൈവത്തിൻ്റെ സഭയിലായിരുന്നു. അതാണ് യോഹന്നാൻ പറയുന്നത്, ക്രൈസ്തവ സഭയിൽ നിന്നാണ് അവർ പുറപ്പെട്ടു പോയത്. ക്രൈസ്തവ സഭയിൽ നിന്ന് അവർ പുറപ്പെട്ടു പോയി മരുഭൂമിയിലുള്ളതായ ജാതിത്വ ആരാധനയെ അവർ പ്രൊമോട്ട് ചെയ്ത് അവർ പറയുകയാണ്, പഴയ നിയമം അപൂർണമാണ്, പുതിയ നിയമം അപൂർണമാണ്, ഞങ്ങളാണ് പെർഫെക്റ്റ് പറയുന്നതെന്ന് പറയുന്ന ഒരു പ്രത്യേക കൂട്ടർ. അവർ പറയുന്ന ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. അവിടെ ഒറിജിൻ നിങ്ങൾ നോക്കുമ്പോൾ, അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾ നോക്കുമ്പോൾ, അവർ എവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് നോക്കുമ്പോൾ ഈ വചനത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. അവർ പുറപ്പെട്ടത് സഭയിൽ നിന്നാണ് പുറപ്പെട്ടത്. ആദ്യം 5 സെൻറ്റിമീറ്റർ മാറി കാണും, പിന്നെ 5 മീറ്റർ മാറി കാണും, പിന്നെ 5 കിലോമീറ്റർ മാറി കാണും. ഇപ്പോൾ രാത്രിയും പകലുമെന്നുള്ള ക്രമത്തിൽ ഭയങ്കര മാറ്റമായിരിക്കുന്നു. പല കൾട്ടുകളും തുടങ്ങുന്നതായ പല ബ്രദർമാരും പല അച്ചാച്ചന്മാരും അവിടെ ആരംഭം ഒത്തിരി നല്ലതായിരുന്നു. പക്ഷെ പിന്നത്തേതിൽ അല്പം വെള്ളം ചേർത്ത് ഇരുട്ടിൻ്റെ ആധിക്യം വർദ്ധിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അവർ അകന്നുപോയി. സോ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, അവിടെ ഒറിജിൻ, അവിടെ ആരംഭം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് തന്നെ ആയിരുന്നു. രണ്ടാമത്, അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഓൾറെഡി ഞാൻ പറഞ്ഞു. 1 യോഹന്നാൻ 2:22. 1 യോഹന്നാൻ 2:22. യേശുവിനെ ക്രിസ്തുവല്ല
എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആർ ആകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. 23-ാം വാക്യം. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവ് ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ് അവിടെ നിഷേധിച്ചിരിക്കുന്നത്. 22-ാം വാക്യത്തിൽ യേശു ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ. 2, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർ നിഷേധികളുടെ ഒരു വർഗമാണ്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. സ്തോത്രം. ആരെക്കൊണ്ടും യവന്മാരെ അടക്കാൻ കഴിയത്തില്ല. അവരിൽ വ്യാപരിക്കുന്നത് എതിർപ്പിൻ്റെ ആത്മാവാണ്. അവരിൽ വ്യാപരിക്കുന്നത് ഒരു വയലൻറ്റ് സ്പിരിറ്റാണ്. അവരിൽ വ്യാപരിക്കുന്നത് ഒരു ആരുടെയും മുൻപിൽ ആയുധമെടുത്ത് സ്തോത്രം ജനത്തെ തകർക്കുക, കൊല്ലുക, ജനത്തിൻ്റെ രക്തത്തെ അതേ തെരുക്കോണികളിൽ ഒഴുക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണ്. നിഷേധത്തിൻ്റെ ആത്മാവ്. യേശു ക്രിസ്തു അല്ല എന്നവർ നിഷേധിക്കുന്നു. മാത്രമല്ല പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നു. അവിടെ ബൈബിൾ പറയുകയാണ്, പുത്രനെ നിഷേധിച്ചാൽ ആരെ നിഷേധിക്കുന്നു? പിതാവിനെയും നിഷേധിക്കുകയാണ്. അപ്പോൾ സ്തോത്രം, ക്രിസ്തുവിനെ നിഷേധിക്കുന്നുവെങ്കിൽ അവൻ ആരാണ്? അവൻ അന്തിക്രിസ്തുവാണ്. പുത്രനെ നിഷേധിക്കുന്നവൻ്റെ പേര് അവൻ അന്തിക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ അന്തസ്സത്ത് എന്ന് പറയുന്ന ക്രിസ്തുവിനെ ഏറ്റുകൊള്ളുന്നതാണ്. മറന്നുപോലെ ക്രിസ്തുവിനെ ഏറ്റുകൊള്ളുന്നതോടെയാണ് ക്രിസ്ത്യാനിത്വം ആരംഭിക്കുന്നത്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ പത്രോസ് ശ്ലീഹ സ്തോത്രം പെട്ടെന്ന് ഇവണ്ണം വിളിച്ചു പറയുന്നു, നീ ആരാണ്? നീ ഇരമ്യാവല്ല, നീ ഏലിയാവല്ല, നീ യോഹന്നാൻ സ്നാപകനല്ല, പ്രവാചകന്മാരിൽ ഒരുത്തനല്ല. അതെല്ലാം നാട്ടുകാർ പറയുകയാണ്. പക്ഷേ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഉടനെ യേശു കർത്താവ് പറയുകയാണ്, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ആ വെളിപ്പാടിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയേ. അപ്പോൾ വെളിപ്പാടിനെയാണ് ഇവർ നിഷേധിക്കുന്നത്. യേശു ദൈവപുത്രനല്ല എന്ന വെളിപ്പാടിനെ നിഷേധിക്കുന്നു. യേശു ക്രൂശിൽ മരിച്ചിട്ടില്ല എന്ന റെവലേഷനെ അതേ നിഷേധിക്കുന്നു. ഞാനൊക്കെ യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നത് ഗാർഡൻ ടോംബ് എന്നറിയപ്പെടുന്നതായ ആ കല്ലറ കണ്ടിട്ടല്ല, യെരുശലേമിലെ കല്ലറ കണ്ടിട്ടല്ല, ദേണ്ട ഈ വിശുദ്ധ പുസ്തകം വിശ്വസിച്ചിട്ടാണ്. എന്തോ സ്തോത്രം, അതേ ഒരു വസ്തുവിനെ കണ്ടിട്ടോ ഒരു കെട്ടിടത്തെ കണ്ടിട്ടോ അല്ല നമ്മൾ ആരും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 7-ാം നൂറ്റാണ്ട് തുടങ്ങി 1940 വരെയും 1940 വരെയും ഓട്ടോമൻ എംപയർ എന്ന പേരിൽ യെരുശലേം ചുറ്റുപാടുള്ളതായ സകല പള്ളികളെ ഇടിച്ച് നിരത്തി, ക്രിസ്ത്യാനിത്വത്തെ കൊളം തോണ്ടി, സ്തോത്രം സകല കെട്ടിടങ്ങളെ തകർത്ത് കളഞ്ഞു. അവർ വിചാരിച്ചത് കുറച്ച് കെട്ടിടത്തെ തകർത്താൽ, അവർ വിചാരിച്ചത് കുറച്ച് കോംപ്ലക്സിനെ തകർത്താൽ ഈ വിശ്വാസത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്നാണ്. എന്നാൽ ഈ സ്തോത്രം ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, താമസിച്ച് വരുന്നവനാണ് അന്തിക്രിസ്തു. തക്ക സമയത്ത് വന്ന് തൻ്റെ സഭയെ കൊണ്ടുപോകുന്നവനാണ് സത്യക്രിസ്തു. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിനെ നിഷേധിക്കുന്നവനാണ്. സ്തോത്രം, അവൻ എതിർത്ത് നിൽക്കുന്നവനാണ്. പിതാവിനെ പുത്രനെയും അംഗീകരിക്കാത്തവരാണ്. സോ ഈ ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. സ്തോത്രം. അത് എന്നാൽ ദൈവകൃപയാൽ ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നത് ഹല്ലേലൂയ നിഷേധികൾ ആയിട്ടല്ല, പകരം ഏറ്റുപറയുകയാണ്. റോമർക്ക് ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, വിശ്വാസം സ്തോത്രം അത് കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. തുടർന്ന് റോമർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, രക്ഷക്കായി വായ് കൊണ്ട് ഏറ്റു പറയുന്നു. ഒരിക്കൽ കൂടെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, രക്ഷക്കായി വായ് കൊണ്ട് ഏറ്റു പറയുന്നു. വളരെ താഴ്മയോടെ പറയട്ടെ, ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ ഔട്ടർ കോൾ കൊടുത്ത് മുന്നോട്ട് ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. എത്രയോ ക്രൂസേഡ്സ്, എത്രയോ ക്യാമ്പയിനിൽ ഓടി വന്ന് 2 കരങ്ങളെ ഉയർത്തി നിലവിളിച്ച് കണ്ണുനീരോടെ അതേ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ, those who call upon the name of the Lord they shall be saved. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, സ്തോത്രം, യേശുവിൻ്റെ നാമം വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവിൻ്റെ നാമം വിളിച്ചു പറഞ്ഞാട്ടെ. അപ്പോൾ ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ മലയാളത്തിൽ പറയും.
ആരെയും ദ്വിഭാഷിയാകുന്ന ട്രാൻസ്ലേറ്റർ തെലുങ്കിലോ പഞ്ചാബിയിലോ ഗുജറാത്തിയിലോ ഹിന്ദിയിലോ സ്തോത്രം മഹാരാഷ്ട്രീയൻ മറാഠി ലാംഗ്വേജിലോ അത് തർജ്ജമ ചെയ്യും. ആ വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ്. സ്തോത്രം ശ്രദ്ധിക്കുക. കർത്താവായ യേശുവേ, നീ സത്യ ദൈവമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. നീ എന്നെ തേടി ഈ ലോകത്തിൽ വന്നു, എനിക്കായി കാൽവരി ക്രൂശിന്മേൽ മരിച്ചു, എനിക്കായി അവസാനത്തുള്ളി ചോര ഒഴുകി, എനിക്ക് വേണ്ടി അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, എനിക്കായി അവിടുന്ന് സ്വർഗത്തെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ജീവിക്കുകയും രാജാതി രാജാവായി വേഗം വരികയും ചെയ്യുമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. രക്ഷയ്ക്കായി ഞാൻ വായ് കൊണ്ട് ഏറ്റു പറയുന്നു. യേശുവേ, ഞാൻ പാപി, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിന്റെ വാതിൽ അങ്ങേക്കായി തുറക്കുന്നു. ഓ അങ്ങേ ഞാൻ രക്ഷകനായി കർത്താവായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. ആധാർ കാർഡിലല്ല, റേഷൻ കാർഡിലല്ല, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരിനെ എഴുതണമേ. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ മുദ്ര ചെയ്യണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ജയകരമായ ക്രിസ്തീയ ജീവിതം എൻ്റെ ജീവിതത്തെ നൽകണമേ. കൃപയാൽ എന്നെ രക്ഷിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞ എല്ലാവരും രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. സോ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറയുന്നു. അങ്ങനെ കൃപയാൽ നാം ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു. മെഴുകുതിരി കത്തിക്കുന്നത് കൊണ്ടല്ല, ഏതോ പുണ്യസ്ഥലത്ത് പോകുന്നത് കൊണ്ട് അല്ല. അപ്പോൾ കർത്താവിനെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നിഷേധിക്കുന്നെങ്കിൽ സ്തോത്രം നഷ്ടപ്പെടുകയാണ്. അംഗീകരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നു, നിഷേധിക്കുമ്പോൾ സ്തോത്രം നാം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അന്തിക്രിസ്തുവിന് ആത്മാവുള്ളവൻ അതെ ക്രിസ്തു യേശു ക്രിസ്തു അല്ല എന്ന് അവൻ അംഗീകരിക്കുന്നില്ല. യേശുവിനെ അംഗീകരിക്കുന്നില്ല. യേശുവിനെ അയച്ച പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥനായ പിതാവിനെയും അംഗീകരിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് അത് നിഷേധികളുടെ ഒരു ഗണം ആയിത്തീരുന്നു. ഇനി അന്തിക്രിസ്തുവിനെ കുറിച്ച് ഇതുപോലെ 3 പ്രത്യേകത എനിക്ക് പറയാനുണ്ട്. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ 3 പ്രത്യേകത പറഞ്ഞെങ്കിൽ അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള 3 പേരുകൾ പറയാനുണ്ട്. നമ്പർ 1, ഒന്നാമതായി 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് കടന്നു വന്നാട്ട്. 2 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 തെസ്സലോനിക്കർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ഓഹോ, ഒരു സെക്കൻഡ് നോക്കിയേ. സ്തോത്രം. വല്ല ആത്മാവിലാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്തിലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളങ്ങിപ്പോകുകയും ഞെട്ടിപ്പോകുകയും അരുത്. അതിനർത്ഥം പൗലൂസ് പറയുകയാണ്, ഞങ്ങൾ എഴുതിയതുപോലെ ചില ഡ്യൂപ്ലിക്കേറ്റ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ചില കള്ള നാണയങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പൗലൂസ് നല്ല ഈടുറ്റതായ ദൈവ വെളിപ്പാടിൻ്റെ ലേഖനം എഴുതുന്നത് പോലെ ആ വെളിപ്പാടിൻ്റെ ലേഖനത്തെ നിഷേധിക്കുന്നതായ ഡ്യൂപ്ലിക്കേറ്റ് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ലേഖനങ്ങൾ അന്ന് സർക്കുലേറ്റ് ചെയ്യുന്നതാണ് ദൈവസഭയിൽ. കള്ള നോട്ടുകൾ ഇന്ന് ദേശത്ത് എവിടെയെങ്കിലുമൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ സ്തോത്രം. നല്ല ദൈവദാസന്മാരുണ്ട്, കള്ള ദൈവദാസന്മാരുള്ളതുപോലെ. നല്ല പ്രവാചകന്മാരുണ്ട്, കള്ളപ്രവാചകന്മാർ ലോകത്തിലുള്ളതുപോലെ. നല്ല ആത്മാവായ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു, മറുവശത്ത് ദുരാത്മാവും ചലിക്കുന്നത് പോലെ പൗലൂസ് പറയുന്നു, നല്ല ലേഖനങ്ങളെ ആയ ഞങ്ങൾ എഴുതുന്ന ലേഖനങ്ങൾ പോലെ ചില കള്ളലേഖനങ്ങളും സ്തോത്രം നിങ്ങളുടെ ഇടയിൽ അതേ വ്യാപരിക്കുന്നു. സോ ബി കെയർഫുൾ, ദിസ് ഈസ് മൈ സിഗ്നേച്ചർ, ഇതാണ് എൻ്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് പൗലൂസ് പറയുകയാണ്. സ്തോത്രം. 3-ാം വാക്യം വായിക്കുമ്പോൾ, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. നോക്ക്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും, അടുത്ത പദം, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പോൾ അവിടെ അന്തിക്രിസ്തുവിൻ്റെ 2 പദം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. 2 പദം, മൂന്നാമത് ഒരു പദം കൂടിയുണ്ട്, ഞാൻ പറയാം. 2 തെസ്സലോനിക്ക ലേഖനം 2:3 പറയുന്നു, ഒന്നാമത്തെ പദമാണ് നാശയോഗ്യൻ. അല്ലേ? നാശയോഗ്യൻ. എല്ലാവരും പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരെ നോക്കി പറയല്ലേ, ഈ ക്യാമറ നോക്കി. ആമേൻ. സ്തോത്രം. ഈ സ്ക്രീനിൽ നോക്കി പറഞ്ഞാൽ മതി. ഹലോ, എല്ലാവരും പറഞ്ഞാട്ടെ, നാശയോഗ്യൻ. ഈ പദം എവിടെ കേട്ടിട്ടുണ്ടല്ലോ? നാശയോഗ്യൻ എന്ന പദം വേറെ എങ്ങാണ്ട് എവിടെയോ ഒരിടത്ത് കേട്ടിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം
17-ാം അധ്യായം 12-ാം വാക്യത്തിൽ യോഹന്നാൻ 17:12 മഹാപുരോഹിത പ്രാർത്ഥനാ നേരത്ത് യേശു കർത്താവ് യൂദയെ വിളിച്ചതായ പേരാണ് ആ നാശയോഗ്യനല്ലാതെ വേറെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം യൂദയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഗണത്തിലാണ്? നാശയോഗ്യൻ എന്ന ഗണത്തിലാണ് സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ പദമാണ് അന്തിക്രിസ്തുവിന് പൗലൂസും നൽകിയിരിക്കുന്നത്. സ്തോത്രം, നശിക്കാനായി വിധിക്കപ്പെട്ടവൻ, അവൻ്റെ പേരാണ് നാശയോഗ്യൻ. അതേ അധ്യായം 2 തെസ്സലോനിക്കർ 2 താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശു മേഘപ്രത്യക്ഷതയില മഹത്വപ്രത്യക്ഷതയിൽ കടന്നു വരുമ്പോൾ തൻ്റെ മഹത്വത്തിൽ തൻ്റെ വായിലെ ശ്വാസത്താൽ അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളയും എന്ന് തിരുവചനം പറയുന്നു. സോ ഒന്നാമത്തേവൻ്റെ പേരാണ് നാശയോഗ്യൻ. രണ്ടാമത്തേവൻ്റെ പേരെന്താണ്? രണ്ടാമത്തെ പേര് അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെട്ട് വരും. അധർമ്മ മൂർത്തി, അധർമ്മ മൂർത്തി, ലോലെസ്നെസ്, അധർമ്മ മൂർത്തി, ധർമ്മമല്ലാത്തത്, യോഗ്യമല്ലാത്തത്. യഹൂദൻ ആലയം പണിയും. യഹൂദൻ ആലയം പണിയുമ്പോഴേക്കും അവൻ പറയും, സ്തോത്രം, ഇതിനകത്ത് എൻ്റെ പ്രതിമ വച്ചാട്ടെ. അതുവരെയും അവർ ദോസ്തായിരിക്കും കേട്ടോ. യഹൂദനും അന്തിക്രിസ്തുവും അതുവരെ ഭയങ്കര ദോസ്തായിരിക്കും, ഭയങ്കര കൂട്ടായിരിക്കും. പക്ഷെ എൻ്റെ പ്രതിമ വച്ചാട്ടെ എന്ന് പറയുമ്പോഴേക്കും അപ്പോഴാണ് യഹൂദൻ്റെ കണ്ണു തുറക്കുന്നത്. ഒന്നാമത്തെ കൽപ്പനയും തന്നെ യവൻ സ്തോത്രം ലംഘിക്കുകയാണ്. ധർമ്മമില്ലാത്തവനാണ്. സ്തോത്രം, ആരാണ്? അന്തിക്രിസ്തു. 1 നാശയോഗ്യനാണ്, 2 അധർമ്മമൂർത്തി. 3 അതിൻ്റെ മൂന്നാമത്തെ വേറൊരു പേരുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വാൽ സിംഹത്തിൻ്റെ വാൽ പോലെയും ആയിരുന്നു. അടുത്ത പദം, അതിന് മഹാസർപ്പം, അതായത് ആ മൃഗത്തിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മഹാസർപ്പം എന്ന സാത്താൻ തൻ്റെ ശക്തി, സിംഹാസനം, അധികാരം 3 ഈ മൃഗത്തിന് കൊടുത്തു. സ്തോത്രം. 1-ാം വാക്യം മുതൽ ഒരിക്കൽ കൂടെ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് മൃഗം എന്നല്ല പറയേണ്ടത്, ദുഷ്ടമൃഗം എന്നാണ് പറയേണ്ടത്. ആ മൃഗത്തെ മിക്കവാറും തിയോളജിയന്മാർ പറയുന്നത് അന്തിക്രിസ്തു എന്നാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ സർപ്പമാകുന്ന സാത്താൻ തൻ്റെ ശക്തി, അധികാരം, സിംഹാസനമൊക്കെ കൊടുത്ത് അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ആ മൃഗം, ദുഷ്ടമൃഗം, അത് അന്തിക്രിസ്തുവാണ്. അപ്പോൾ സ്തോത്രം, നാശയോഗ്യനാണ്, പിന്നെ അധർമ്മമൂർത്തിയാണ്, ദുഷ്ടമൃഗമാണ് സാത്താൻ. ദുഷ്ടമൃഗമാണ് സാത്താൻ. അയ്യോ, ഉറക്കം വരുന്നില്ല, ദുഷ്ടമൃഗം, ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച ആരെങ്കിലും ഇന്ന് രാത്രി ടെൻഷൻ അടിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, 74-ാം സങ്കീർത്തനം 19-ാം വാക്യം പറയുന്നു, ദുഷ്ടമൃഗം ഉണ്ട്, അപ്പുറത്തൊരു ദുഷ്ടമൃഗം വരാം, ഇപ്പുറത്ത് കുറുപ്രാവാകുന്ന ദൈവത്തിൻ്റെ സഭയുണ്ട്. ദൈവത്തിൻ്റെ സഭ ആരാണ്? കുറുപ്രാവാണ്. അന്തിക്രിസ്തു ആരാണ്? ദുഷ്ടമൃഗമാണ്. പക്ഷേ തിരുവചനം കൃത്യമായി 74-19 സങ്കീർത്തനം പറയുന്നു, ഈ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കയില്ല. ഈ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കയില്ല. ദുഷ്ടമൃഗം ഈ കുറുപ്രാവിനെ തകർക്കാതെ ഇരിക്കേണ്ടതിന് വഴിയിൽ നിൽക്കുന്ന ഒരുവനുണ്ട്. അവനാണ് ഇന്ന് രാത്രിയും നമ്മുടെ മധ്യത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശക്തനായ പരിശുദ്ധ ആത്മാവ്. ലോകത്തിൽ ഏറ്റവും ശക്തിയായി ചലിക്കുന്ന വേറെ ഏതോ ദുരാത്മാവല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയായി ചലിക്കുന്നത് അന്തിക്രിസ്തുവിന് ആത്മാവല്ലേ അല്ല. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് ലോകത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം അന്തിക്രിസ്തുവിന് ദൈവത്തിൻ്റെ സഭയെ ജയിപ്പാൻ തക്കണം കഴിയത്തില്ല. സ്തോത്രം. സോ അന്തിക്രിസ്തുവിന് വേണ്ടി വേദി ഒരുങ്ങുന്ന 6 പ്രത്യേകത ഞാൻ പറഞ്ഞു. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ 3 സ്തോത്രം ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. അന്തിക്രിസ്തുവിൻ്റെ 3 പേരുകളും ഞാൻ പറഞ്ഞു. സ്തോത്രം. അന്തിക്രിസ്തുവിൻ്റെ അവസാനത്തെ പേരാണ് ദുഷ്ടമൃഗം.
എന്നാൽ അന്തിക്രിസ്തുവിൻ എന്ന അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക. എതിർ ക്രിസ്തുവിന് ഒരു റൈവലുണ്ട്. എതിർ ക്രിസ്തുവിനെ തോൽപ്പിച്ച ഒരുവനുണ്ട്, തോൽപ്പിക്കുന്ന ഒരുവനുണ്ട്, തോൽപ്പിപ്പാൻ പോകുന്ന ഒരുവനുണ്ട്. സാത്താൻ, പഴയ പാമ്പ്, പണ്ട് ക്രൂശിന്മേൽ വെച്ച് തോറ്റവനാണ്. നാളെ ഇനി ദുഷ്ടമൃഗത്തെ തോൽപ്പിപ്പാൻ വേണ്ടി വരുന്ന ഒരുവനുണ്ട്. ആ തോൽപ്പിപ്പാൻ വരുന്നവൻ്റെ പേരാണ്, അവൻ ദുഷ്ടമൃഗമെങ്കിൽ അവൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. കുഞ്ഞാടാണ് സ്തോത്രം ദുഷ്ടമൃഗത്തെ തോൽപ്പിക്കുന്നത്. കുഞ്ഞാടാണ് ദുഷ്ടമൃഗത്തെ തോൽപ്പിക്കുന്നത്. ആരാണ് ഈ കുഞ്ഞാട്? ആ കുഞ്ഞാട് മറ്റാരുമല്ല, കർത്താവായ യേശു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യം. 2 വാക്യങ്ങൾ ഒരേപോലെ പറയുന്നു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, യേശു ദൈവത്തിൻ്റെ കുഞ്ഞാട്. പറഞ്ഞേ, യേശു ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഞാൻ നിർത്തി. യേശു കർത്താവ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് എന്ന കർത്താവായ യേശുവിനെ പറയുമ്പോൾ 3 കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്. 3 കാര്യങ്ങൾ. ഒന്ന്, കുഞ്ഞാടാണെങ്കിൽ ഒരാട് ഒരിക്കലും ചേറിൽ നിൽക്കത്തില്ല. ചേറിൽ നിൽക്കാത്തവനാണ് ആട്. ചേറിൽ നിൽക്കാത്തവനാണ് ആട്. പിന്നെ എവിടെ നിൽക്കും? പച്ചയായ പുൽപ്പുറത്തെ അവൻ നിൽക്കത്തുള്ളൂ. സ്തോത്രം. അല്ലാതെ അവൻ ചേറിൽ നിൽക്കത്തില്ല. അർത്ഥം, അവൻ വിശുദ്ധനാണ്. സ്തോത്രം. കുഞ്ഞാടാണെങ്കിൽ അവൻ ചേറിൽ നിൽക്കത്തില്ല. പന്നിയാണെങ്കിൽ ചേറിൽ നിന്ന് കയറത്തുമില്ല. കുഞ്ഞാടാണെങ്കിൽ ചേറിൽ നിൽക്കത്തില്ല. സോ നമ്പർ 1, അവൻ വിശുദ്ധനാണ്. നമ്പർ 2, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞാടെന്ന് പറഞ്ഞാൽ മീക്ക്നെസ്, കമ്പാഷൻ. കർത്താവിൻ്റെ ദയയും മനസ്സിലിവിനെയും വെളിപ്പെടുത്തുന്നതാണ് കുഞ്ഞാട്. ഒരു കുഞ്ഞാടിനെ നോക്കിക്കേ, എന്ത് ശാന്തതയും സൗമ്യതയുമായിരിക്കും ഒരു കുഞ്ഞാടിനുള്ളത്. എൻ്റെ യേശു, ഞാൻ പ്രസംഗിക്കുന്ന യേശു അഹങ്കാരിയല്ല. എൻ്റെ യേശു അഹങ്കാരിയല്ല. ചില പാസ്റ്റർമാർ ഭയങ്കര അഹങ്കാരികളാണ്, ചില പ്രാസംഗികന്മാരും അങ്ങനെയാണ്. പക്ഷേ എൻ്റെ യേശു അങ്ങനെയല്ല. യേശു വന്ന വളരെ താഴ്മയും മനോവിനയമുള്ളവനാണ്. മത്തായി സുവിശേഷം 11:28 കർത്താവ് പറഞ്ഞു, ഞാൻ താഴ്മയും മനോവിനയമുള്ളവനായാൽ, ഞാൻ താഴ്മയും സൗമ്യത ഉള്ളവനായാൽ എൻ്റെ നുഖമെടുത്ത് എന്നോട് പഠിപ്പിൻ. അപ്പം കർത്താവ് അവൻ താഴ്മയുള്ളവനാണ്, അവൻ സൗമ്യതയുള്ളവനാണ്. 1 വിശുദ്ധനാണ്, 2 താഴ്മയും സൗന്ദര്യവും താഴ്മയും സൗമ്യതയും ഉള്ളവനാണ്. നമ്പർ 3, ഒരാടെന്ന് പറയുമ്പോൾ ബിബ്ലിക്കൽ കോൺസെപ്റ്റിൽ, വേദപുസ്തകത്തിൻ്റെ ചിന്തയിൽ നിങ്ങൾക്ക് ആടെന്ന് പറയുമ്പോൾ എപ്പോഴും പറവാൻ തക്കണം കഴിയുന്നത് സ്തോത്രം അറുക്കപ്പെട്ട കുഞ്ഞാട്, ലേ ഡൗൺ സാക്രിഫൈസ്, ഒരു യാഗമായി തീർന്നതായ കുഞ്ഞാട്. സ്തോത്രം, ഒരു യാഗം. അതാണ് ദൈവം എന്നും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു ജീവിതം, ഇത് നമ്മുടെ ജീവിതം എന്ന് പറയല്ലേ കേട്ടോ. ഇത് നമ്മുടെ ജീവിതമാകുമ്പോൾ കർത്താവ് എന്ത് പോയി, ഇത് നമ്മുടെ ശുശ്രൂഷ എന്ന് പറയല്ലേ. ഈ ജീവിതം ആര് തന്നതാ? ദൈവം തന്നതാണ്. ഈ ജീവിതത്തിൽ ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ ഈ ജീവിതം മുഴുവൻ, പകുതിയല്ല മുക്കാലല്ല, ഈ ജീവിതത്തിൽ മുഴുവൻ കർത്താവ് തന്നെയായിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ അറകളിലും എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മുറികളിലും സ്തോത്രം യേശു മാത്രം നിറഞ്ഞിരിക്കണം. അല്ല കർത്താവിൻ്റെ മുൻപിൽ നോ എൻട്രി എന്ന് പറഞ്ഞ് ഒരു ബോർഡ് ഇടല്ല. സ്തോത്രം. കർത്താവിനോട് പറയണം, എൻ്റെ ഒരേ ഒരു ജീവിതം എല്ലാം നിൻ്റെതാണ്. എൻ്റെ അലമാരകൾ, എൻ്റെ പേഴ്സ്, എൻ്റെ അറകൾ, എൻ്റെ ഫോണ്, എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ അകം, എൻ്റെ പുറം മുഴുവൻ നിൻ്റെതാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രൈവസി ഒന്നുമില്ല. ലെറ്റ് മീ ലേ ഡൗൺ അറ്റ് യുവർ ഫീറ്റ്. ഞാൻ അങ്ങയുടെ മുൻപിൽ ഒന്ന് വീണ് സ്തോത്രം കിടക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. അങ്ങനെ പറയുന്ന ആ കുഞ്ഞാടിന്മേൽ ഒരു പ്രാവ് ഇറങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ദുഷ്ടമൃഗത്തിന്മേൽ സാത്താൻ തൻ്റെ അധികാരവും സാത്താൻ തൻ്റെ ശക്തിയും സാത്താൻ തൻ്റെ സിംഹാസനമൊക്കെ ദുഷ്ടമൃഗത്തിന് കൊടുക്കുന്നു എങ്കിൽ മറുവശത്ത് ഈ കുഞ്ഞാടിന്മേൽ ആത്മാവ് ഇറങ്ങി നിന്നു. അല്ലേ? സ്തോത്രം. യോർദാൻ്റെ കരയിൽ പരിശുദ്ധ ആത്മാവ് പ്രാവുന്ന ദേഹരൂപത്തിൽ ഇറങ്ങി നിന്നു. ഞാൻ നിർത്തട്ടെ. ഈ അന്ത്യകാലത്ത് അങ്ങനെയുള്ള കുഞ്ഞാടുകളെ എൻ്റെ കർത്താവ് തേടുകയാണ്. യേശു കർത്താവിൻ്റെ സ്വഭാവമുള്ള, യേശു കർത്താവിൻ്റെ ലൈഫ് സ്റ്റൈലുള്ളതായ കുഞ്ഞാടുകളെ ഇന്നും പരിശുദ്ധാത്മാവ് തേടിക്കൊണ്ട് ഇരിക്കുന്നു. നോയുടെ കാലത്ത്
വെള്ളം ഇതാ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരു ഒലിവിൻ ചില്ല ഇതാ സ്തോത്രം വളർന്നു നിൽക്കുന്നത് കണ്ട് ആ പ്രാവ് അത് കൊത്തിപ്പറിച്ച് പിന്തിരിഞ്ഞ് നോഹയുടെ അടുക്കൽ തന്നെ കൊണ്ടുപോയി കൊടുത്തതുപോലെ ഇന്ന് രാത്രി അന്ന് പറന്ന അത് അക്ഷരീകത്തിൻ്റെ പ്രാവാണെങ്കിൽ ഇന്ന് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ലോകത്തിലെല്ലാ കോണുകളിലും പറന്നുകൊണ്ട് ഇരിക്കുന്നു. പക്ഷേ കാട്ടുപോത്തിൻ്റെ മേലോ സിംഹത്തിൻ്റെ മേലോ സ്തോത്രം മലമ്പാമ്പിൻ്റെ മേലോ ഈ പ്രാവ് ഇരിക്കത്തില്ല. പുലിയുടെ മേലും കരടിയുടെ മേലും ഈ പ്രാവ് ഇരിക്കത്തില്ല. ഒരു കുഞ്ഞാടിന്മേൽ മാത്രമേ ഈ പ്രാവ് ഇരിക്കത്തുള്ളൂ. അതെ, കർത്താവിൻ്റെ സ്വഭാവം ഏറ്റെടുത്ത്, യേശു കർത്താവിൻ്റെ ലൈഫ് സ്റ്റൈൽ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഈ തലമുറയിൽ നമ്മൾ ചുമക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ അന്തിക്രിസ്തുവിൻ്റെ സകല പദ്ധതികളെ പരാജയപ്പെടുത്തി ദൈവസഭ എഴുന്നേൽക്കുമ്പോൾ, ദൈവസഭ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ നിൽക്കും. അപ്പം 2 ക്രിസ്തുവാണ് ഉള്ളത്. ഒന്ന് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവും, മറ്റൊന്ന് സ്തോത്രം അത് എതിർ ക്രിസ്തുവും. നിങ്ങൾ ഏത് ക്രിസ്തുവിനെ അനുസരിക്കും? 2000 വർഷങ്ങൾക്ക് മുമ്പ് ബറബാസിനെ വേണമോ യേശുവിനെ വേണമോ? ബറബാസിനെ വേണമോ യേശുവിനെ വേണമോ? ജനം പറഞ്ഞു, സ്തോത്രം ഞങ്ങൾക്ക് ബറബാസിനെ മതി. ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, തള്ളേണ്ടതിനെ നമുക്ക് തള്ളാം, കൊള്ളേണ്ടതിനെ നമുക്ക് കൊള്ളാം. സ്തോത്രം. അന്തിക്രിസ്തുവിൻ്റെ പ്രവണതകളെ മാറ്റി നിർത്തി സത്യവാനായ കർത്താവിൻ്റെ വിലയേറിയ സാന്നിധ്യം ഏറ്റെടുത്ത് ദൈവകൃപയിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. താങ്ക് യു ജീസസ്. ഈ നല്ല ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നാഥനെയും സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. താങ്ക് യു ജീസസ്. വി പ്രൈസ് യുവർ ഹോളി നെയിം ഗോഡ്. താങ്ക് യു ജീസസ്. ഏവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചാണ്. നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. വി പ്രൈസ് യുവർ ഹോളി നെയിം. യേശു കർത്താവിൻ്റെ മുൻപിൽ സ്തോത്രം നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാണ്. ടോട്ടൽ സബ്മിഷൻ. യേശുവിൻ്റെ സ്വഭാവത്തിലും യേശുവിൻ്റെ സാമീപ്യത്തിലും ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. അവൻ്റെ സൗമ്യതയിലും അവൻ്റെ വിശുദ്ധിയിലും യേശുവിൻ്റെ നിറവിലും ആയിരിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മുൻപിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ജീസസ്. എല്ലാ മഹത്വം അങ്ങേക്ക്. ഈ രാത്രിയിലും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ കയ്യിൽ സ്തോത്രം പലരുടെ പ്രയർ റിക്വസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ വിവിധ ജില്ലകളിൽ, വിവിധ പട്ടണങ്ങളിൽ, കേരളത്തിന് പുറത്തൊക്കെയും ബലഹീനതകളായി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിഷനായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് സൗഖ്യമാകട്ടെ. എല്ലാ ബ്ലഡ് ഇൻഫെക്ഷനിലായിരിക്കുന്ന സ്തോത്രം സഹോദരനെ കർത്താവ് സൗഖ്യമാക്കട്ടെ. താൻ ഹൈദരാബാദിന് അടുത്തുള്ള കാക്കിനാട് എന്നാണ് സ്തോത്രം പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളത്. ദൈവം അവനെ സൗഖ്യമാകട്ടെ. എറണാകുളത്തായിരിക്കുന്നവർ, മറ്റ് പട്ടണങ്ങളിലായിരിക്കുന്നവർ, ഗ്രാമങ്ങളായിരിക്കുന്നവർ, അവരെല്ലാവരെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. പൂർണ്ണമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. എല്ലാ കാഴ്ചക്കുറവുകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് യു ഫാദർ. നിൻ്റെ ജനത്തെ അത്ഭുതകരമായി അവിടുന്ന് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് വെളിപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. എല്ലാ മദ്യപാനത്തിൻ്റെ ആസക്തികൾ വിട്ടുപോകട്ടെ. സ്വന്തം ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ് അത്ഭുതകരമായി അവർക്കായി ആ കാര്യം ദൈവകൃപയാൽ ചെയ്യട്ടെ. താങ്ക് യു ജീസസ്. കിഡ്നി പ്രോബ്ലംസ് മാറിപ്പോകട്ടെ. കിഡ്നി രോഗങ്ങളായിരിക്കുന്നവർ, വോമിറ്റിംഗ് പ്രയാസങ്ങളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാകട്ടെ. തലമുറകളില്ല എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം അവർക്കായി ഒരത്ഭുതം ചെയ്യുമാറാകട്ടെ. നന്ദിയോടെ സ്തോത്രം കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന എല്ലാവരെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ വിദേശ യാത്രകൾക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങാൻ കാത്തിരിക്കുന്ന, വിദേശത്ത് പോകാൻ പഠനവുമായി ബന്ധത്തിൽ കടന്നു പോകാൻ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് അവരെ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.
ആ പ്രിയപ്പെട്ടവരെ കർത്താവ് സൗഖ്യമാക്കേണ്ടതിനായി, വിടുവിക്കേണ്ടതിനായി 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചാട്. വിശ്വസ കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ മേൽ അങ്ങയുടെ വലിയ സാന്നിധ്യവും വിടുതലും കർത്താവ് അത്ഭുതകരമായി കരുതുന്ന കർത്താവിൻ്റെ വിലയേറിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രിയിലും അങ്ങ് പ്രാർത്ഥന കേട്ട് മിണ്ടാതിരിക്കുന്നവനല്ല, അവിടുന്ന് പ്രാർത്ഥന കേട്ട് വിടുവിക്കുന്നവനാണ്, സൗഖ്യമാക്കുന്നവനാണ്. സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ അത്ഭുത കൃപയാൽ അവിടെ ജീവിതത്തെ അവിടുന്ന് താങ്ങുകയും ആദരിക്കുകയും ആശീർവദിക്കുകയും ചെയ്താട്ടെ. എല്ലാ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സകല ബലഹീനതകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. സകല രോഗത്തിൻ്റെ ബാധകൾ, രോഗക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. തല മുതൽ പാത വരെ അത്ഭുതകരമായി നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കുകയും ആദരിക്കുകയും ചെയ്യും. എല്ലാ ബലഹീനതകളെ കർത്താവ് നീക്ക്, പൂർണ്ണ വിടുതൽ കർത്താവ് പകരും. സൗഖ്യമാക്കാൻ കർത്താവെ, ഭാവി ജീവിതങ്ങൾക്കായും തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലിനായിട്ടൊക്കെയും കാത്തിരിക്കുന്നവരുണ്ട്. അവിടെ മേലും ദൈവത്തിൻ്റെ വലിയ വൻകരം കൂടെ ഇരുന്ന് അവിടുന്ന് പ്രവർത്തിക്കുകയും നടത്തുകയും ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരുതൽ നിന്റെ മക്കൾ കാണട്ടെ, അങ്ങയുടെ വിടുതൽ അവർ ഏറ്റെടുക്കട്ടെ. ഒരത്ഭുതം അവർക്കായി അവിടുന്ന് ചെയ്താട്ടെ. ഈ സീസൺ അവരുടെ ജീവിതത്തിൽ വെറുതെ പോകുന്ന സീസണല്ല, ഒരത്ഭുതത്തിൻ്റെ സീസണാകട്ടെ. മറ്റ് 10,000-ങ്ങൾക്ക് കഴിയാത്തത് അവിടെ ജീവിതത്തിൽ നേടുന്ന സീസണാക്കി അവിടെ ജീവിതത്തെ അവിടെ നിന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിതത്തിൽ എത്രത്തോളമാണോ കാത്തിരുന്നത്, ഡിലേ വന്നത്, അതൊരിക്കലും ഡിലേയുടെ അല്ല, അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന നാളുകളാക്കി അവിടുന്ന് തീർക്കും. കർത്താവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു, ആദരിക്കും, ആശീർവദിക്കും. എല്ലാ മഹത്വമയ്ക്ക് യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ആ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നാളെയും ഞായറാഴ്ചയും മാത്രമേ ലൈവ് വെബ് സ്ട്രീം നമുക്ക് ഉണ്ടാകത്തുള്ളൂ എന്ന് അവസാനമായി ഒരിക്കൽ കൂടെ